ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇത് ദർശനമാലയിലെ 3-ാം അധ്യായമായ അസത്യദർശനത്തിലെ 5-ാമത്തെ ശ്ലോകം. 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് എന്ന് പറയുന്നത്. ശ്ലോകം: സങ്കൽപ്പമനസോ കശ്ചിത് നഹി ഭേദോസ്തി യന്മനഃ തദവിദ്യാതമപ്രജ്ഞമിന്ദ്രജാലമിവാദ്ഭുതം. ഒന്നുകൂടി പറയാം. സങ്കൽപ്പമനസോ കശ്ചിത് നഹി ഭേദോസ്തി യന്മനഃ തദവിദ്യാതമപ്രജ്ഞമിന്ദ്രജാലമിവാദ്ഭുതം. അന്വയം: സങ്കൽപ്പമനസഃ കശ്ചിത് ഭേദ നഹി അസ്തി യത് മനഃ അവിദ്യാതമപ്രജ്ഞം തത് ഇന്ദ്രജാലം ഇവ അത്ഭുതം. മനസ്സ് എന്ന് പറയുന്നത് തമോഭാവമായ അവിദ്യ തന്നെയാണ്. അങ്ങനെയുള്ള മനസ്സും സങ്കല്പവും തമ്മിൽ യാതൊരു ഭേദവുമില്ല. അതായത് തമോഭാവമായിരിക്കുന്ന അവിദ്യയും അതിൽ നിന്ന് ഉണ്ടായ മനസ്സും സങ്കല്പവും എല്ലാം ഒന്നു തന്നെ. മനസ്സും അവിദ്യയാണ്, സങ്കല്പവും അവിദ്യയാണ്. അവയുണ്ടാക്കുന്ന കാഴ്ചകൾ ഇന്ദ്രജാലം പോലെ അത്ഭുതവും ആണ്. പ്രകാശത്തിൻ്റെ അഭാവത്തെയാണ് ഇരുട്ട് എന്ന് പറയുന്നത് എന്ന കാര്യം മുൻ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയപ്പെട്ടതാണ്. അതായത് ഇരുട്ട് ഒരു വസ്തുവല്ല. അതുപോലെ വിദ്യയുടെ അഥവാ ആത്മജ്ഞാനത്തിൻ്റെ അഭാവമാണ് അവിദ്യ. അതുകൊണ്ട് അതും ഒരു വസ്തുവല്ല. കാരണം ഒരു വസ്തു ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് വിപരീതമായ മറ്റൊരു വസ്തു അവിടെ ഉണ്ടായി എന്ന് അർത്ഥമാകുന്നില്ല. അതുകൊണ്ടാണ് അവിദ്യാതമപ്രജ്ഞം, അവിദ്യ ഇരുട്ടാണ്, ഇരുട്ടിന് സദൃശമാണ് എന്ന് പറഞ്ഞത്. അവിദ്യയുടെ ഉൽപ്പത്തി ആത്മജ്ഞാനത്തിൻ്റെ അഭാവമാണ് എന്ന് പറഞ്ഞല്ലോ. ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന അറിവ് നഷ്ടപ്പെട്ടതിനെയാണ് ഇവിടെ ആത്മജ്ഞാനത്തിൻ്റെ അഭാവം എന്ന് പറഞ്ഞത്. ഞാൻ ഏകമായ പരബ്രഹ്മമാണ് എന്ന അറിവിൽ നിന്നപ്പോൾ എനിക്ക് ദർശിക്കാനോ അറിയാനോ ചിന്തിക്കാനോ മറ്റൊരു വസ്തു വേറെ ഇല്ലായിരുന്നു. അവിടെ ഒരു ചിന്തയോ സങ്കല്പമോ ഉണ്ടാകേണ്ട കാര്യമില്ല. എല്ലാം ഞാൻ മാത്രം. ഈ അവസ്ഥയെപ്പറ്റിയാണ് ഗുരുദേവൻ ജനനീനവരെന്ന മഞ്ജരിയിൽ ഒന്നായ മാമതിയിൽ നിന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ അവസ്ഥ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായതാണ് 1000 ത്രിപിടി വന്നതും തന്മതി മറന്നതും ഒക്കെ. ഉള്ള വസ്തുവിനെ സങ്കല്പിച്ച് നിർമ്മിക്കേണ്ട ആവശ്യമില്ല. ഉള്ള വസ്തു അതിനെപ്പറ്റി സങ്കല്പിക്കുമ്പോൾ അതല്ലാതെ മറ്റ് ഒന്ന് ഉണ്ടാവുകയുമില്ല. ഉദാഹരണത്തിന്, ആനയെപ്പറ്റി സങ്കല്പിച്ചാൽ ആനയുടെ രൂപമല്ലാതെ പശുവിൻ്റെയോ പോത്തിൻ്റെയോ രൂപം ആ സങ്കല്പത്തിൽ വരുന്നില്ലല്ലോ. എന്നാൽ ഇല്ലാത്ത വസ്തുവിനെപ്പറ്റി സങ്കല്പമാണെങ്കിൽ എങ്ങനെയുമാകാം. അതാണ് ഒന്നായ മാമതി വിട്ടു പോന്നപ്പോൾ 1000 ത്രിപിടി വന്നു എന്ന് പറഞ്ഞത്. അതായത് ഞാൻ പരമാത്മാവിൽ നിന്ന് ജീവാത്മാവിലേക്ക് പരിണമിച്ചപ്പോൾ അവിദ്യയുടെ അന്ധകാരത്തിൽ ആത്മസ്വരൂപം മറയ്ക്കപ്പെട്ടു. ഞാൻ സ്വയം എന്നെ തന്നെ അവിദ്യയുടെ ഭാഗമായി സങ്കല്പിച്ചു. അവിദ്യാസങ്കല്പമായ നാമരൂപങ്ങളെ യഥാർത്ഥമാണ് എന്ന് വിശ്വസിച്ചു. അങ്ങനെ തന്മതി മറന്നു. അതായത് എൻ്റെ നിജസ്ഥിതി പൂർണ്ണമായും വിസ്മൃതമായി. ആത്മാവിൻ്റെ സ്ഥാനം
മനസ്സും ഇന്ദ്രിയങ്ങളും കൈയടക്കി അവ ഉണ്ടാക്കുന്ന ഇന്ദ്രജാലങ്ങൾ, ഈ മായാപ്രപഞ്ചം, ഇതിൽ മോഹിതനായി നഷ്ടപ്പെട്ടുപോയ ആത്മാനന്ദത്തെ ഈ മിഥ്യാരൂപങ്ങളിൽ തേടി നടക്കുകയാണ്. അങ്ങനെയാണ് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാങ്കടലിൽ വീണു വലയുന്നത്. ഭൂതബാധയുള്ള മനുഷ്യൻ താൻ മറ്റൊരാൾ ആണ് എന്ന് പറയുകയും മറ്റൊരാളെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് പോലെ നാം സ്വയം പ്രകൃതിയുടെ ഭാഗമായ മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും എല്ലാം ആണെന്ന് കൽപ്പിച്ച് അവയുടെ ധർമ്മങ്ങൾ സ്വന്തം ധർമ്മങ്ങളാണ് എന്ന് ധരിച്ച് കർമ്മബദ്ധരാവുകയും കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നവരായി തീരുകയുമാണ് ചെയ്യുന്നത്. ശരീരവും മനസ്സും ചെയ്യുന്ന കർമ്മങ്ങളെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ന് ധരിക്കുന്നതാണ് കർമ്മബന്ധത്തിന് കാരണം. ഞാൻ ആത്മാവാണ് എന്ന ബോധത്തിൽ ഉറച്ച് നിൽക്കാൻ സാധിക്കാത്തതാണ് കർമ്മബന്ധങ്ങൾക്കും തന്മൂലമുണ്ടാകുന്ന സുഖദുഃഖങ്ങൾക്കും ഉള്ള കാരണം. ഞാൻ മനസ്സും ഇന്ദ്രിയങ്ങളുമൊക്കെ ആണെന്നുള്ള തെറ്റിദ്ധാരണ മാറാതെ താൻ ആത്മാവാണ് എന്ന അറിവിൽ എത്തുകയില്ല. കർമ്മങ്ങളെയും അതിൻ്റെ കാരണങ്ങളെയും പറ്റി ചിന്തിച്ചാൽ ഈ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ നടക്കുന്നു, ഓടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓടുകയും നടക്കുകയും ചെയ്യുന്നത് കാലുകളാണ് എന്ന് മറക്കുന്നു. കാലുകളില്ലെങ്കിൽ ഈ കർമ്മങ്ങൾ നടക്കുകയില്ലല്ലോ. ഞാൻ കാലുകൾ അല്ലാത്തതിനാൽ ഞാനല്ല നടക്കുകയും ഓടുകയും ചെയ്തത്. ഞാൻ കേവലം ഈ കർമ്മങ്ങളുടെ സാക്ഷി മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അതുപോലെ ഞാൻ എടുക്കുന്നു, കൊടുക്കുന്നു എന്നതിനെപ്പറ്റി പറയുമ്പോൾ എടുക്കുകയും കൊടുക്കുകയും ചെയ്തത് ശരീരത്തിൻ്റെ ഒരവയവമായ കൈകളാണ്. ഞാൻ ശരീരമോ അതിൻ്റെ അവയവങ്ങളായ കൈകളോ അല്ല. അതിനാൽ ഈ കർമ്മങ്ങൾ എൻ്റേതല്ല, ഞാൻ കേവലം ഇതിൻ്റെ സാക്ഷി മാത്രമാണ് എന്നോർക്കണം. ഇതുപോലെ കാണുക, കേൾക്കുക, പറയുക മുതലായ സർവകർമ്മങ്ങളും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളാണ് എന്നും അതുപോലെ സുഖദുഃഖാദി അനുഭവങ്ങളുടെ കർത്തൃത്വം മനസ്സിനുള്ളതാണ്. ഞാൻ മനസ്സ് അല്ലാത്തതിനാൽ അവയും എന്നെ ബാധിക്കുന്നതല്ല. മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളോട് ബന്ധപ്പെടുമ്പോഴാണ് കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സും ഇന്ദ്രിയങ്ങളും ആണ് താൻ എന്ന ധാരണയിൽ നിന്നുകൊണ്ടാണ് കർമ്മബദ്ധനാകുന്നത്. എൻ്റെ കർമ്മം, ഞാൻ ചെയ്യുന്ന കർമ്മം എന്ന വിശ്വാസം എന്നെ കർമ്മഫലം അനുഭവിക്കേണ്ടവനാക്കി തീർക്കുന്നു. അത് ജനനമരണാദികൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പ്രകൃതി നമ്മളെ ലോകത്തിൽ ബന്ധിച്ചു നിർത്തുന്നത്. അതായത് മോക്ഷത്തിന് വിഘാതമായി നിൽക്കുന്നത് കർമ്മബന്ധങ്ങളാണ്. കർമ്മബന്ധങ്ങൾക്കുള്ള കാരണം മനസ്സും ഇന്ദ്രിയങ്ങളുമാണ്. മനസ്സും ഇന്ദ്രിയങ്ങളും അവിദ്യയിൽ നിലനിൽക്കുന്നതുമാണ്. അവിദ്യയും മനസ്സും ഉണ്ടാക്കുന്ന സങ്കല്പങ്ങളാണ് വിഷയങ്ങളെ സൃഷ്ടിക്കുന്നത്. സങ്കല്പവും മനസ്സും ഏകവസ്തു ആകയാൽ അതിന് കാരണമായ അവിദ്യയെ ജയിച്ചാൽ മനോജയമുണ്ടാകും. മനസ്സ് ഉള്ളിടത്തോളം കാലം സങ്കല്പങ്ങളും ഉണ്ടാകും. ലൗകിക വിഷയങ്ങളിൽ ഉള്ള ആസക്തിയും ദുശ്ചിന്തകളും ഇല്ലാതാകണം. അതിനായി മനസ്സിൽ ഭക്തിയും ഈശ്വരവിശ്വാസവും ഉണ്ടാകണം. മനസ്സിൽ ഈശ്വരഭക്തിയും ഈശ്വരവിശ്വാസവും മനസ്സിൽ നിറയ്ക്കണം. അവിദ്യയുടെ ഇന്ദ്രജാലങ്ങൾ കണ്ട് മോഹപരവശരാകാതിരിക്കാൻ ഇതാണ് ഒരു മാർഗം. അവിദ്യയിൽ നിന്ന് വിദ്യയിലേക്ക് പടിപടി ഉയരാനുള്ള മാർഗം പലതുണ്ട്. എങ്കിലും ഏത് നിലയിലും ഉള്ളവർക്ക് സ്വീകരിക്കാവുന്ന മാർഗം ഭക്തിയുടെ മാർഗമാണ്. ഇത് മറ്റു മാർഗങ്ങളെ അപേക്ഷിച്ച്
ഏറ്റവും സരളവും സുഗമവും ആണ്. ഭക്തിയുടെ വളർച്ചയെ 4 ഘട്ടങ്ങളായി തിരിക്കാം. അവ ഇങ്ങനെയാണ്: സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ഇതിൽ ഓരോ ഘട്ടവും അവിദ്യയിൽ നിന്ന് വിദ്യയിലേക്ക് ഉള്ള മുന്നേറ്റമാണ്. ഇവയെ ചതുർവിധ മുക്തി എന്നും പറയുന്നു. ഒന്നാമത്തെ അവസ്ഥയാണ് സാലോക്യം. ഇഷ്ടദേവത ലോകപ്രാപ്തിയെയാണ് സാലോക്യം എന്ന് പറയുന്നത്. ഇഷ്ടദേവതയുടെ ലോകം എന്ന് പറയുന്നത് ഇഷ്ടദേവതയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളെയാണ്. ഗുരുഭക്തന്മാർ ശിവഗിരിയെ ഗുരുവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമായി കരുതുന്നു. എന്നത് ഒരു ഉദാഹരണമാണ്. ഇഷ്ടദേവതയുടെ പ്രതിഷ്ഠയുള്ള ദേവാലയങ്ങളിലെല്ലാം ഭക്തന്മാരുടെ ദൃഷ്ടിയിൽ ദേവസാന്നിധ്യമുള്ള സ്ഥലമാണ്. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങളെല്ലാം അവിടെ ദേവസാന്നിധ്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ക്രിയകളാണ്. ഈശ്വരനിലുള്ള വിശ്വാസവും ഭക്തിയും ഉറച്ചു കഴിഞ്ഞാൽ ഭക്തൻ്റെ സ്വഭാവം ക്രമേണ ലൗകിക വൃത്തികളിൽ നിന്ന് മുക്തമായി തീരും. സർവകർമ്മങ്ങളും ഭഗവത് സേവയായി മാറും. ശ്രവണം കീർത്തനം വിഷ്ണോഃ, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം. ഭഗവത് കഥകൾ കേൾക്കുക, കീർത്തനങ്ങൾ പാടുക, എപ്പോഴും ഭഗവാനെ സ്മരിക്കുക, നമസ്കരിക്കുക. ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്ന ചിന്തയോടെ ഭഗവത് സേവ ചെയ്യുക. ഭഗവാന്റെ ഇഷ്ടമെന്തോ അതാണ് എൻ്റെയും ഇഷ്ടം എന്ന മനോഭാവത്തിലെത്തുക. തന്നെ തന്നെ ഭഗവാനിൽ അർപ്പിക്കുക. ഇതെല്ലാം സാലോക്യം എന്ന അവസ്ഥയിൽ ഭക്തനിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളാണ്. ഈ അവസ്ഥയിൽ ലൗകിക വിഷയങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ അവയ്ക്ക് മനസ്സിൽ ഇടമില്ലാതാകും. മനസ്സും സങ്കല്പങ്ങളും ഈശ്വരീയമായി മാറുന്നതിനാൽ താനേ ക്രമേണ ഭക്തൻ വിഷയവിരക്തനായി മാറും. ശമദമാദി അഭ്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഭക്തനിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇത്രയുമായാൽ സാമീപ്യം എന്ന അവസ്ഥയിലേക്ക് മാറും. ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ഭക്തന് കാണുന്നതെല്ലാം ഭഗവാന്റെ പ്രതിരൂപമായി തോന്നുന്നതാണ്. എന്തെന്നാൽ മനസ്സിലെ സങ്കല്പമാണല്ലോ കാണുന്നതെല്ലാം. ഇതാണ് സർവം വിഷ്ണുമയം ജഗത്ത് എന്ന കാഴ്ചപ്പാട്. അങ്ങനെ ഈ അവസ്ഥയിലുള്ള ഭക്തനെപ്പറ്റി ഗീതയിൽ പറയുന്നു: യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സജമേ ന പ്രണശ്യതി. യാതൊരു ഭക്തൻ എല്ലാറ്റിലും ഭഗവാനെ ദർശിക്കുന്നുവോ അതുപോലെ ഭഗവാനിൽ എല്ലാറ്റിനെയും ദർശിക്കുന്നുവോ ആ ഭക്തന് ഭഗവാൻ ഒരിക്കലും അദൃശ്യനാകുന്നില്ല. ഭഗവാൻ സദാ അവനോടൊപ്പമുണ്ട്. അങ്ങനെയുള്ള ഭക്തന് ഭഗവാനെ കാണാൻ ക്ഷേത്ര ദർശനത്തിനോ തീർത്ഥയാത്രയ്ക്കോ ഒന്നും പോകേണ്ടി വരികയില്ല. യത് കർമ്മ കരോമി തത്തദഖിലം ശംഭൂ തവാരാധനം എന്ന നിലയിൽ എത്തിയാൽ ആ ഭക്തന് പൂജാതി കർമ്മങ്ങളും ആവശ്യമില്ലാതെ ആകുന്നു. ഇങ്ങനെ കർമ്മമുക്തനാകുന്നതോടെ മനസ്സിൽ നിന്ന് അവിദ്യയുടെ ഏറിയ പങ്കും പുറത്തള്ളപ്പെടും. ഭക്തനിപ്പോൾ തനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ഭഗവാനു വേണ്ടിയാണ്. മൂന്നാമത്തെ അവസ്ഥയാണ് സാരൂപ്യം. അകത്തും പുറത്തും സർവത്ര ഭഗവാനാകുമ്പോൾ ഭക്തൻ സ്വയം ഭഗവത് സ്വരൂപം പ്രാപിക്കുന്നതാണ് സാരൂപ്യം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതാണ് തുരീയ അവസ്ഥ. ഇവിടെ അഹങ്കാരാദികളായ പ്രകൃതിയുടെ എല്ലാ അംശങ്ങളും ഉപേക്ഷിക്കപ്പെട്ടു. ആത്മാനുഭൂതി
പ്രാപ്തമായി. ഇനി താമസമില്ല, ആത്മാവ്, ജീവാത്മാവ് പരമാത്മ ചൈതന്യത്തിൽ ലയിച്ച് ഒന്നായിത്തീരുന്നു. ഇതാണ് സായുജ്യം. അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥ, ബ്രഹ്മസായുജ്യം, ബ്രഹ്മനിർവാണം എന്നെല്ലാം പറയുന്ന പരമപുരുഷാർത്ഥം ആണ്. ഇവിടെ അവിദ്യയുമില്ല, വിദ്യയുമില്ല, താനൊഴിഞ്ഞ് മറ്റൊന്നുമില്ല. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം, നിത്യം വാഴണം വാഴണം സുഖം എന്ന് പ്രാർത്ഥിക്കുന്നതും, ചിന്നാഭിയിൽ ത്രിപുടി അറുമ്പൊടി കലർന്ന് ആറിടുന്നത് എന്നാണ് എന്ന് പ്രാർത്ഥിക്കുന്നതും ഈ അവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം.